പ്രിയ കലാസ്വാദികളെ, കോമഡി മാസ്റ്റേഴ്സിന്റെ ആഘോഷത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഗാനമേള രാത്രി കൃത്യം 9:30 തന്നെ ആരംഭിക്കുകയാണ്. പ്രശസ്ത പിന്നണി ഗായകനും ഞെക്കടസിയുമായ ശർമ്മ കൊല്ലവും പ്രശസ്ത പിന്നണി ഗായകൻ വഴിപ്പിടി മനോജും ചേർന്ന് അവതരിപ്പിക്കുന്ന മെഗാ ഗാനമേള കൃത്യം 9:30 തന്നെ ആരംഭിക്കുന്നത്. കൊല്ലം ശർമ്മയുടെയും വഴിപ്പിടി മനോജിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കമ്മറ്റിക്കാരെന്തോ അറിഞ്ഞു പറയാൻ വേണ്ടി പണ്ടത്തെ കൗണ്ടറുകൾ അടിച്ച് ബാറ്ററി നിറയ്ക്കാൻ നോക്കണ്ട. ഇത് അങ്ങനത്തെ ബാറ്ററി അല്ല, പുതിയ കൗണ്ടർ അടിച്ച് തിരിപ്പിച്ചാലേ ഈ ബാറ്ററി നിറയും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഈ ബാറ്ററി മാനേജ് ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മാക്സിമം ചാർജ് കയറ്റി വെക്കണം. ഞങ്ങൾ 3-4 കൗണ്ടറിലൊക്കെ തപ്പിപ്പറക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിനുള്ള സാധനങ്ങൾ നമ്മളിലുണ്ട്. പിന്നെ നിങ്ങൾ കൂടെ കൈയടിച്ച് കയറ്റി വെച്ചങ്ങ് ചാർജ് ചെയ്ത് തരണം. അപ്പൊ നമ്മൾ തുടങ്ങിയാലോ? അപ്പൊ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയായി. താങ്ക് യു. അടുത്ത ഗാനം വേദിയിൽ ആലപിക്കുന്നത് വഴിയിൽ യേശുദാസ്. വഴിയിൽ യേശുദാസ് അല്ലടാവേ, തിരുവനന്തപുരം വഴിയിലെ യേശുദാസ്, അങ്ങനെ വിളിച്ചു പറയാം. ഒട്ടനവധി പ്രോഗ്രാമുകളിലൂടെയും കൂടാതെ അമൃത ടിവിയിലെ സൂപ്പർ സ്റ്റാർ എന്ന പ്രോഗ്രാമിന്റെ ഓഡിഷൻ എത്തിയ പെങ്കൊച്ചിന്റെ മാല പൊട്ടിച്ച് ഓടി അതിന്റെ ഡയറക്ടർ വൈറ്റിലെ പാലത്തിനടിയിൽ തിരിച്ച് മൂക്കാമട്ട പൊട്ടിച്ച്. നീ എങ്ങോട്ടാ പറഞ്ഞു കയറി പോകുന്നത്? ബാക്കിയുള്ള തല്ലുകൊള്ളിക്കാൻ വേണ്ടിയാണോ? നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം അവിടുന്ന്. അവൻ പറയാൻ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മോഹൻലാൽ അഭിനയിച്ച ഈ സൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന ചിത്രത്തിൽ നിന്നും പ്രമദവനം വീണ്ടും എന്ന ഗാനം പാടുന്നില്ല. അതെന്താ പാടാത്തെ? ഈ പാട്ട് പാടി കഴിയുമ്പോഴേ ഈ അടി കിട്ടുന്നതേ അന്ന് അവിടെ കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പാടാത്തത്. എന്നൊക്കെ തല്ലുകൊള്ളിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ നീ ഹലോ, മോഹൻലാലിന്റെ പാട്ട് പാടാ നീ ഇവിടുന്ന് പോകത്തില്ല കേട്ടോ. അതുകൊണ്ട് അനന്തപുരം എന്ന ചിത്രത്തിലെ ഹരിമുരളിയുടെ ഒന്ന് ഗാനം ആലപിക്കുന്നു. പാടരുതെന്നാ പറഞ്ഞത്. ഇപ്പൊ സമയം എന്തായെന്ന് കണ്ടല്ലേ? കൃത്യം 10 മണി കഴിഞ്ഞാൽ സുഹൃത്തെ ഞാൻ അടിച്ചിരിക്കും. അതാണ് വലിയ കാര്യം. ഞാൻ 7 മണി കഴിയുമ്പോഴേ 4 പേർക്ക് അടിക്കും. ഞാനും നോബിയൊക്കെ അങ്ങനെയാണ്. അല്ലടാ നോബി, കള്ളു കുടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. 10 മണി കഴിഞ്ഞ് മൈക്ക് സെറ്റിന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ 10 മണി വരെ വിളി സാധിച്ച ഇടിച്ചിന്റെ പരിപ്പളക്കെന്നാ പറഞ്ഞത്. ഇപ്പൊ സമയം എത്രയായി? 9:50 ഉള്ളൂ. ഈ സമയം കിടക്കുമല്ലേ? ഞാൻ പാടി ഒപ്പിച്ച് തീർത്തോളാം. പോരെ? ഓക്കെ അല്ലേ അവിടെ? അപ്പൊ ഞാൻ പാടുന്നു ഹരിമുരളീരവം. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹന ഗാനം ഹരിമുരളീരവം. 9:55 മധുമൊഴിരാതെ നിന്നെ തേടി. 56 57 58 59 ഇതെന്നാണ് സുനാമി വന്നിട്ട് പോയതാണ് അവിടുന്ന്? എന്റെ ദൈവമേ, സാധാരണ ഞാൻ പാട്ട് പാടിച്ചും മഴ പെയ്യിക്കാറുള്ളത്, പാട്ട് പാടിച്ചിട്ട് മൂത്രം ഒഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എന്റെ ദൈവമേ, ഏതായാലും കമ്മിറ്റിക്കാർക്ക് ഇതിനുള്ള വാടക കൊടുക്കാനുള്ള പൈസ തരുന്നില്ലോ തോന്നില്ല. പാട്ട് പാടി മുഴുവിപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അല്ല, ഞാൻ പാടിയില്ലല്ലോ. നീ ഇപ്പൊ പാടിയല്ലേ? ഞാൻ പാടിയില്ല. ഞാൻ എന്റെ കൂട്ടുകാരെ വിളിച്ചല്ലേ. ഏത് കൂട്ടുകാരെ? ഹരിമുരളീരവം. അല്ല, രവി വള്ളിയിടാൻ മറന്നു പോയതാ. തേടി എന്നൊരു സംഭവം. തേടി എന്ന് പറയും ഞങ്ങളുടെ കൂടുതൽ പാട്ട് പാടാൻ വന്നൊരു ഫീമെയിൽ സിംഗർ ഉണ്ട്. അവൾ ഇവിടെ എങ്ങാണ്ടോ കറങ്ങി നടപ്പുണ്ട്. അപ്പൊ ഞാൻ അവളെ എവിടെ ആടീന്ന് വിളിച്ചത്. അങ്ങനെ എവിടെയാണെങ്കിലും അവിടെ ഇരിക്കട്ടെ. നീ സംഗീതമായിട്ട് ബന്ധമില്ല, മനസ്സിലായി? ആര് പറഞ്ഞു? അതുകൊണ്ടാണ് എനിക്കുള്ള പ്രശ്നങ്ങൾ വരുന്നത്. എനിക്ക് സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. എന്താ സംഗീത പാരമ്പര്യം? എന്റെ മുത്തച്ഛൻ കവിത എഴുതുന്ന ആളായിരുന്നു. എന്റെ മുത്തച്ഛൻ കവിത ഏത് പാട്ട് എഴുതുന്നുണ്ടാ? ഹരിമുരളീരവം എന്ന് പറയുന്ന പാട്ടില്ലേ, അതിനകത്തുള്ള നീട്ടം ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ആരാ?
ആരാ? എന്റെ മുത്തച്ഛനാ. മധുമൊഴിരാതെ നിന്നെ തേടി. ആ നീട്ടം ഉണ്ടാക്കിയത് എന്റെ മുത്തച്ഛനാ. എന്നെ സോം മാറ്റിക്കരുത്. എന്റേത്? എടാ അത് ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ വരികളും മറ്റേ രവീന്ദ്ര മാഷിന്റെ സംഗീതമാണത്. രവീന്ദ്ര മാഷ് സംഗീതം ചെയ്തു. ഗിരീഷ് പുത്തഞ്ചേരി സാറുണ്ടല്ലോ, അത് പറഞ്ഞു കൊടുക്കത്തുള്ളൂ. എഴുതുന്നത് ആരാ? ആരാ? എന്റെ മുത്തച്ഛനാ. എന്റെ മുത്തച്ഛൻ എഴുതും, ദാസേട്ടൻ പാടും. മുത്തച്ഛൻ എഴുതും, ദാസേട്ടൻ പാടും. അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ലാസ്റ്റ് വരി ഉണ്ടല്ലോ, മധുമൊഴിരാതെ നിന്നെ തേടി. അവിടെ വന്നപ്പോ പേനല്ല മഷി തീർന്നു പോയി. അപ്പോഴത്തേനും ദാസേട്ടൻ നോക്കിയിട്ട് പറഞ്ഞു, ദാസേട്ടാ ആ തേടി എന്നുള്ളതൊന്നും നീട്ടിപ്പിടിച്ചോ, ഞാൻ പോയി ഒരു പേന മേടിച്ചോണ്ട് വരട്ടെ. പുള്ളി പോയി പേനായും മേടിച്ചോണ്ട് തിരിച്ചു വരുന്ന വരെ ദാസേട്ടൻ അവിടെ നിന്നങ്ങ് നീട്ടി. അങ്ങനല്ലേ ആ നീട്ടം ഉണ്ടായത്. എന്റെ കൈ നീട്ടി ചെവുക്കനമ്പളൊക്കെ എടാ ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? നീ ഇങ്ങനെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംഗീതം എന്ന് പറയുന്ന ഒരു തപസ്യാണ് അല്ലേ? അയ്യോ അത് തപസ്യ എനിക്കുണ്ട്. പിന്നെ അവർക്കെല്ലാം അറിയാം എനിക്ക് തപസ്യുണ്ട്. സംഗീതമാകുന്ന ആഴക്കടലിൽ മുങ്ങിത്തപ്പി കക്കയെ ഞവണിക്കാൻ മാറുന്ന ഒരുത്തനാണ് ഞാൻ. അങ്ങനെ മുങ്ങിത്തപ്പി വരുന്ന കൂട്ടത്തിൽ നിന്റെ തൊണ്ടയിൽ ഏതെങ്കിലും ഒരു ഞണ്ടിറുക്കി കാണും. അതല്ലേ ഇത്രയും വെള്ളിയും മൊത്തം അക്ഷരത്തെറ്റും പാട്ടുകളെല്ലാം തെറ്റിച്ചാ പാടുന്നത്. ആര് പറഞ്ഞു ഞാൻ തെറ്റിച്ചു പാടുന്നത്? ഏത് പാട്ടാ ഞാൻ തെറ്റിച്ചു പാടി? പറ. മറ്റേ ഞാൻ വെളിയിൽ നിന്ന് പോയി പാട്ട് കേട്ടാ. ഏത് പാട്ട് കേട്ടു? മറ്റേ കരളിലെ മോഹം കതിരണിയാനായി. ഒന്ന് പാടിക്കട, ഒന്ന് പാടി. കരളിലെ മോഹം തളിരണിയാനായി അവരിരു പേരും അതു ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. എങ്ങനെ? അവരിരു പേരും അതു ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. അവരിരുവരും തപം ചെയ്തു എന്നല്ലോടാ. ഏത് ചെയ്തു? രണ്ടുപേരോട് എന്തോ ചെയ്തേ? പൊന്നു സാറേ, ന്യൂ ജനറേഷൻ കാലഘട്ടമല്ല. അവരെന്തെങ്കിലും ചെയ്യട്ടെ. അവർക്ക് എവിടെ ഇരുന്നോണെങ്കിൽ എന്നാ വെള്ളി എപ്പം വെള്ളു എങ്ങനെ വേണമെങ്കിലും ചെയ്യാമല്ലോ. സാറ് ചുമ്മാതെ തന്തവായി പഠിക്കരുതേ. നീ ന്യൂ ജനറേഷൻ സിസ്റ്റത്തിലുള്ള പാട്ട് പാടി. ഞാൻ എന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പാട്ടുകൾ മാത്രമേ ഞാൻ പാടാറുള്ളൂ. അല്ലേ? പിന്നെ നമ്മളിപ്പോ ഒരു പരിപാടിക്ക് എവിടെയെങ്കിലും ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിൽ വെച്ചുള്ള ഒരു പാട്ട് ഞാൻ പാടും. ഉദാഹരണത്തിന് ഞാനിപ്പോ ആലപ്പുഴയിലാണെന്ന് വെച്ചു. പരിപാടിക്ക് ചെല്ലുമ്പോ തന്നെ ഞാൻ അപ്പൊ ഒരു പാട്ട് കൊണ്ട് പാടും. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ, ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ. ഞാൻ ഈ പാട്ട് പാടി കഴിയുമ്പോൾ ആലപ്പുഴക്കാർക്ക് അങ്ങ് കോരിത്തെരിപ്പുണ്ടാകും. പിന്നെ പരിപാടി ഗുമ്മാകത്തില്ലേ? അതെ, ഈ ആലപ്പുഴ പട്ടണത്തിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. സംഭവം അതുകൊണ്ട് സംഭവം ഓക്കെയാണ്. ഈ പാട്ട് പിന്നെ കരുനാഗപ്പള്ളിയിലാണെങ്കിൽ എങ്ങനെ പാടും? കരുനാഗപ്പള്ളിയിലാണ് ഈ പരിപാടിയെങ്കിൽ എങ്ങനെ പാടും? കരുനാഗപ്പള്ളി പെരുന്നാള് തിരുനാളാണ്, പെരുന്നാളാണ്. കരുനാഗപ്പള്ളി പെരുന്നാള് ഇത് നാടാണ്, ഇത് നാടാണ്. അങ്ങനെയാണോ പാട്ട്? പാലാപ്പള്ളി തിരുപ്പള്ളി. അത് പാലായി പാടുമ്പോ കരുനാഗപ്പള്ളി പാടുമ്പോ കരുനാഗപ്പള്ളി പാടും, പാലായി പാടുമ്പോ പാലാപ്പള്ളി പാടും. അങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ നീ പെടും. എന്നാ ഈ വയനാടിനെ കുറിച്ചൊരു പാട്ട് പാടിക്കാം. അയ്യോ അത് സുഖമല്ലേ അവിടുന്ന് പാട്. വയനാട്ടിലാനകളെഴുന്നള്ളി, വയനാട്ടിലാനകൾ. വയനാട്ടിലല്ല, ആറാട്ടിനാനകൾ എഴുന്നള്ളി വലിയ വരികള്. ഇപ്പൊ എവിടെ ആറാട്ടിന് ആനകൾ എഴുതുന്നത്? ഇപ്പൊ വയനാട്ടിലോട്ടല്ലോ കംപ്ലീറ്റ് ആനകളും പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് കയറ്റി പിടിച്ചിരിക്കുന്നത്. പിന്നെ അങ്ങനെയാണ് നീ പെടാൻ പോകുന്നൊരു പാട്ട് ഞാൻ പറയാം. നീ പാടില്ലെങ്കിൽ നിന്റെ ഊപ്പാടിയാൻ വരുന്നു. അല്ല ഏത് പാട്ടാന്ന് പറഞ്ഞാൽ കാസർഗോഡ് വെച്ചൊരു പാട്ട് പാടിക്കാൻ. നീ കാസർഗോഡ് ശ്രീദേവിയും രാഹുലും വരികവേ. കാസർഗോഡ് വരുന്നത് എവിടുന്നാ? വരുന്നത് കാസർഗോഡ്. കാസർഗോഡ്ന്നല്ലേ? അപ്പൊ പിന്നെ കാസർഗോഡിന്റെ കാര്യം ഫില്ലായില്ല അവിടെ. അത് ഓക്കെ. വാ കിളി മകളെ. മനസ്സിലായില്ല? ഒരു കിളി പോയതാ കൊച്ചിന്റെ, അതുകൊണ്ട് കളമൊഴിയേ. അതെന്തോന്നറിയാ? അത് അവള് വായ തുറന്ന കള്ളത്തിൽ മാത്രമേ. അരികിൽ നീ വന്നാൽ, അരികിൽ നീ നിന്നാൽ, പിന്നെ കലവില 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 കലവില. ഈ അവസാനത്തെ കലവില 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 എന്തോന്നു? ആ കൊച്ചു നമ്മളെടുക്ക വന്ന് വർത്താനം പറഞ്ഞു ഞാൻ കലവില കലവില ആദ്യം പറഞ്ഞോണ്ടിരിക്കും. ആ കൊച്ചു പറയുന്നത് നമുക്ക് മനസ്സിലാക്കില്ല, നമ്മൾ പറഞ്ഞ ആ കൊച്ചിനും മനസ്സിലാക്കി. അതാണ് അതിന്റെ പൊരുൾ. പിന്നെ അങ്ങനെ അപ്പുറത്തേക്ക് അഖിലിനെ കുറിച്ചൊരു പാട്ടോട് ഇപ്പൊ അറിയാലോ കാര്യം. അഖിലിനെ കുറിച്ച് ഒരു മീറ്റർ ഇല്ലാത്ത പേരും ഗകളി പിടിച്ചൊരു ചെറുക്കനും. അവന് ഏത് പാട്ടിനകത്ത് ഉൾപ്പെടുത്താനാ? നീ തന്നെ പറഞ്ഞാൽ ഏത് പാട്ടിനകത്താണ് നിന്നെ ഉൾപ്പെടുത്തുന്നത്? എന്റെ നാട് കൊല്ലവാ. കൊല്ലം വെച്ച് നിനക്കൊരു പാട്ട് പാടാൻ എന്റെ പൊന്നു മോനെ നിനക്കൊരു പൊന്മോതിരം ഞാൻ ഇട്ട് തരും. നിസ്സാരം, അതൊക്കെ എന്റെ ഫേവറേറ്റ് പാട്ടുകളല്ലേ അവിടുന്ന്. പാടിക്കേ. ഇക്കൊല്ലം നമ്മക്ക് കൊടമില്ല കുഞ്ഞേച്ചി കിടപ്പിലല്ലേ. ഇതിനകത്ത് എവിടെ കൊല്ലം വന്നത് പറ. ആരും ശ്രദ്ധിക്കാത്തോണ്ടാ. ഇക്കൊല്ലം നമ്മക്ക് കൊണല്ലടി കുഞ്ഞേച്ചി കിടപ്പിലല്ലേ. ഓ ശരിയാണ്, സിറ്റുവേഷൻ വെച്ചൊക്കെ പാടി പിടിച്ചൊക്കെ പോകുന്നു. അതെ, അങ്ങനെ ഞാൻ പാടുന്നതുകൊണ്ടാണ് എനിക്കിപ്പോ ഈ സീസൺ ആകുമ്പോഴത്തെ 45 പരിപാടി കൂടി എനിക്ക് നടത്താനുണ്ട്. എല്ലാം കൃത്യം 10 മണിക്ക് തന്നെ തുടങ്ങണമെന്ന് പറഞ്ഞു. 45 പരിപാടി കൃത്യം 10 മണിക്ക് തന്നെ തുടങ്ങണമെന്ന് പറഞ്ഞു. എടാ മണ്ട, ഇത്രയും വന്ന് ഇവിടെ വിഷയം ഉണ്ടായതിനാണ്. 10 മണിക്ക് ശേഷം മൈക്ക് സാങ്ഷൻ ഇല്ലാത്തോണ്ടല്ലേ. പിന്നെ നിന്റെ ഈ പരിപാടി 10 മണിക്ക് ശേഷം എങ്ങനെ കളിക്കാനാടാ ഇതൊക്കെ? അപ്പൊ സാറേ ഞാൻ എന്നാ സാറേ വെള്ളം കഴിക്കാൻ മേടിക്കുന്നത്? എന്റെ അടുത്ത് പൈസക്ക് വേണ്ടി കരഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ അടുത്തൊക്കെ പോയി നിന്ന് കാരാ വല്ലം കിട്ടിയാ കിട്ടി.
സുന്ദരി കൂടും കുടുംബവുമുള്ള കലാകാരന്മാരുടെ ജീവിതം. ക്ലൈമാക്സ് അടിച്ച് നിർത്തി കഴിഞ്ഞപ്പോഴത്തെ അവന്റെ കൂടും കുടുക്കായിട്ട് വരുന്നത് നടക്കണ അവിടുന്ന് പൈസ വേണം കിട്ടണമെങ്കിൽ. എന്നാ പിന്നെ ഡേയ്. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ, ഇവരുടെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. ശ്വേത ചേച്ചി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇല്ലേ? ബിക്കോസ് വിത്ത് മ്യൂസിക് ആയിരുന്നു. ആ പാട്ടൊക്കെ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. പാട്ട് പരിപാടി ആയിരുന്നെങ്കിൽ ഇത് നല്ല രീതിയിൽ വിജയിപ്പിച്ചേനെ അല്ലേ? മനോജ് ചേട്ടൻ നന്നായിട്ട് ഭയങ്കര ഫീലിലാണ് പാടിയത്. പാട്ടിന് നമ്മൾ 100 മാർക്ക് കൊടുക്കും. 100 കൊടുക്കാം, പിന്നെ 100 110 കൊടുക്കാം. എനിക്ക് രണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് മറ്റേ ഇക്കൊല്ലം നമുക്ക് അത് കൊല്ലത്തിന് പാട്ട് അടിച്ചു കൊടുത്തില്ലേ, അത് പിന്നെ കരുനാഗപ്പള്ളി, അത് രണ്ട് ഭയങ്കര രസമായിരുന്നു. ആ പാട്ട് മിക്സ് ചെയ്തോണ്ടല്ലോ, സ്ഥലപ്പേര് വെച്ചിട്ട് പാട്ട് മിക്സ് ചെയ്ത് ഭയങ്കര രസമായിരുന്നു. അപ്പൊ ആ പാട്ട് പാടി ആ പാട്ടിലെങ്കിലും ഇതൊരു പാട്ട് മത്സരമാണെന്ന് അവര് തന്നെ വിചാരിച്ചു പോയി. സ്കിറ്റാണെന്ന് മറന്നുപോയി. അതിന്റെ ഇടയ്ക്ക് ചേട്ടൻ പറഞ്ഞു ഇതില് തേടിന്ന് എന്താന്ന് ചോദിച്ചില്ലേ, അപ്പൊ ഏതൊരു ഫീമെയിൽ സിംഗർ നിങ്ങളുടെ കാണാതെ ആ ഫീമെയിൽ സിംഗർ ആണോ ഈ തിളച്ചി? ഓക്കെ, നിഷാന്റെ അടുത്ത് ചോദിക്കട്ടെ. നിഷാൻ, ഹൗ ഡിഡ് യു ഫീൽ? സൂപ്പർ ആയിരുന്നു. പക്ഷെ എനിക്കൊരു ആഗ്രഹം, നിങ്ങൾ ആ സ്ഥലപ്പേര് വെച്ച് പാടിയപ്പോ ഞാൻ വരുന്നത് കോതമംഗലം. ഒരു കോതമംഗലം പാട്ട് കേൾക്കാൻ പറ്റുമോ നോക്കാം. കോതമംഗലം കോതമംഗലം നീ മാമസഖി മംഗലം നീ. ഇതാണ് കിടിലൻ സാധനം. അതെ, അത് റെക്കോർഡ് ചെയ്ത് വാട്സാപ്പിൽ കൊടുക്കില്ല അവൾക്ക്. ശരി, എന്നാ ഞാനിപ്പോ ക്ലൈമാക്സ് പറയാൻ പോവാണ്. എന്നാ സംഭവം മനസ്സിലായല്ലോ ശ്വേത ചേച്ചി? നമ്മുടെ ബാറ്ററിയുടെ ചാർജ് അവിടെ നോക്കിക്കോ, അവിടെ നോക്കിക്കോ, തിരിച്ചു നോക്കിയോ. ₹28,000 ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല എമൗണ്ട് ആണ്. പക്ഷെ ഇതിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. എലീന, കാര്യം പറയട്ടെ, ഇവര് ശർമ്മയും മനോജേട്ടന്റെയും ഒരുപാട് സ്കിറ്റ്സ് ഞാൻ കണ്ടതും ലൈവ്. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ജസ്റ്റ് വാമപ്പ് ആണ്. അതെ, ഇതൊക്കെ മേലെ സത്യം പറഞ്ഞാല് ബാറ്ററി പൊട്ടിത്തെറിക്കണം ഇവരെ പെർഫോമൻസിൽ. അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്തായാലും 28,000 ഞാൻ ഇപ്പൊ തരുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത തവണ 2 ബാറ്ററി കേട്ടോ.